വെറ്റിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധപാണിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പഴനിയാണ്ടവ. സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മുടെ മയൂരം 2 ഇന്ന് ഒക്ടോബർ 12 ഷഷ്ടി ദിവസം ഗുരുവായൂർ നടക്കുകയാണ്. ഇപ്പോൾ സമയം 9:30. നമ്മളിത് എത്രാമത്തെ പ്രോഗ്രാമാണെന്നറിയോ? 3ാമത്തെ പ്രോഗ്രാം. കാലത്ത് 3 മണിക്ക് ആദ്യത്തെ പ്രോഗ്രാം, 5 മണിക്ക് 2ാമത്തെ പ്രോഗ്രാം, ഇതിപ്പോൾ 3ാമത്തെ പ്രോഗ്രാം. ഇനി 1 മണിക്ക് 4ാമത്തെ, വൈകുന്നേരം 3 മണിക്ക് 5ാമത്തെ. എല്ലന്മാർക്കുടെ സ്വീകാര്യതയ്ക്ക് ഇതിലും കൂടുതൽ തെളിവ് വേണം. കാരണം ഇത് പഴനിയാണ്ടവൻ ഡിസൈൻ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഊർജമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എവിടെയും പരസ്യം ചെയ്തിട്ടില്ല, ഒരാളുടെ അടുത്ത് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോഴേക്കും 2 ദിവസം കൊണ്ട് 6000 പേര് വരാൻ റെഡിയായി. ഇനിയൊരു 10-10000 പേര് വരാൻ തയ്യാറാണ്. നമുക്ക് സമയമില്ല, ഫോളോ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ 6000 പേർക്ക് നിർത്തിയത്. ഇവിടെ നമ്മുടെ എല്ലന്മാർക്ക് ലയൺ മയൂര റോയൽ കിങ്ഡം, ലയൺ മയൂര റോയൽ കിങ്ഡത്തിൻ്റെ സ്പിരിച്വാലിറ്റി ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭഗവാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാരതത്തിന് അതിന് സൂപ്പർ പവറിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ചെയ്യുന്ന മുരുകപ്പടയാളികൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് എല്ലന്മാർക്ക് സംഘടന. ആ സംഘടനയ്ക്ക് ഒറ്റ ലഹരിയുള്ളൂ, രാജ്യത്തിന്റെ ലഹരി, ദേശീയതയാണ് നമ്മുടെ ലഹരി. നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലത്ത് ഒരുപാട് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയും അതിൻ്റെ ഭവിഷ്യത്ത് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു സമയമാണത്. എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ മക്കള് ലഹരി ഉപയോഗത്തിൽ പെട്ടുപോയി, കുടുംബം തകർന്നു പോയതിൻ്റെ കഥകൾ ഒരുപാട് പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഈ മയൂരം 2 പ്രോഗ്രാമിൽ രാജ്യമാണ് എൻ്റെ ലഹരി, ദേശീയതയാണ് ലഹരി, മറ്റെല്ലാ ലഹരികളും പടിക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞ സന്ദേശം ഇവിടെ നമ്മുടെ ഇത് കൊടുക്കുമ്പോൾ, ഈ മയൂരം 2 കൊടുക്കുമ്പോൾ, അതിനൊരു എനർജി പാസിംഗ് ഭഗവാന്റെ സഹായത്തിൽ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ നടപടി എടുക്കാൻ കഴിവുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി കിട്ടി എന്നുള്ളത് ഭഗവാൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ അജിത് കുമാർ സാർ, ADGP, കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ഇപ്പോൾ എക്സൈസ് കമ്മീഷണറാണ്. അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ട ഒരുപാട് കുടുംബത്തിന് കണ്ണീരൊപ്പാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ് അദ്ദേഹമാണെങ്കിലോ നല്ലൊരു മുരുകഭക്തനും. നമ്മുടെ എല്ലന്മാർക്കിടെ പഴനിയിൽ നടക്കുന്ന പല പരിപാടികളിലും അദ്ദേഹം ഭക്തിയോടുകൂടി പങ്കെടുക്കുകയും എല്ലന്മാർക്കയോടും എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ആ നല്ല മനുഷ്യൻ, ആ നല്ല മനസ്സുള്ള ഒരാൾ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ആദരവോടുകൂടി, ഏറ്റവും ബഹുമാനത്തോടുകൂടി നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ. അതോടൊപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലന്മാർക്കുടെ ഭക്തി അത് ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമാണ് എല്ലന്മാർക്കുടെ ഡ്യൂട്ടികൾ. ഭഗവാൻ അതിനു വേണ്ടി നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന പട്ടാളക്കാരെ ആദരിക്കുക എന്നുള്ള കടമ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചടങ്ങിൽ എല്ലന്മാർക്ക് മെമ്പറായിട്ടുള്ള വിരമിച്ച പട്ടാളക്കാരെ നമ്മൾ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ ആദരിക്കുന്നുണ്ട്. 12 പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അത് ആദരിക്കണമെങ്കിൽ എങ്ങനെ ഒരാൾ വേണം? അതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആള് ഇപ്പൊ നമ്മുടെ മേജർ രവി സാറ്, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ഒരു പട്ടാളക്കാരാണ്, മേജറാണ്, സിനിമാ സംവിധായകനാണെന്നൊക്കെ. പക്ഷെ ഞാനൊരു വാക്കും കൂടി കൂടുതൽ ചേർക്കുക, കറകളഞ്ഞ ദേശസ്നേഹി. അതാണ് അദ്ദേഹം, അതാണ് അദ്ദേഹത്തിന്റെ ശക്തി. ആ ബലത്തിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇന്നത്തെ അതിഥിയായി കിട്ടി എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്.
അദ്ദേഹത്തിന് കീർത്തിചക്ര എന്ന സിനിമ മലയാളത്തിലെ എണ്ണം പറഞ്ഞൊരു സിനിമയാണ്. പക്ഷെ അന്നത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരും നമ്മൾ ഒരുപാട് മാറി. കാശ്മീരികളും രാജ്യത്തിന്റെ മുഖ്യധാര ലെവലിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് എന്നേക്കാട്ടിൽ കൂടുതൽ പക്ഷെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയായിരിക്കും. അദ്ദേഹത്തിന് വേറൊരു സിനിമയുണ്ട്, മിഷൻ ഇമ്പോസിബിൾ, മിഷൻ 90 ഡേയ്സ്. മിഷൻ 90 ഡേയ്സ്. ഈ അടുത്ത കാലത്ത് സോണി ലിവിൽ ഒരു പ്രോഗ്രാം, ഒരു സീരീസ് വന്നു, ദി ഹണ്ട് മിഷൻ 90 ഡേയ്സ്. രണ്ടും ഒരു കഥയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാജനെയും LTT തീവ്രവാദികളെ പിടിക്കാൻ വെക്കുന്ന അന്വേഷണ സംഘത്തിന്റെ കഥയാണ് രണ്ടും. ആ സീരിയസും ആ സിനിമയും കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാജനെ ജീവനോടെ പിടിക്കരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കത് മനസ്സിലായി. പക്ഷെ അതാരാണെന്ന് എനിക്ക് ആ ഇത് കണ്ടപ്പോഴും മനസ്സിലായില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയായിരിക്കും. എന്തായാലും സന്ദർഭവശാൽ ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം ഇന്ന് അദ്ദേഹം ആദരിക്കുന്ന പട്ടാളക്കാരിൽ ഒരാൾ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്, സുബൈദാർ മേജർ സുകുമാര മേനോൻ. അദ്ദേഹം മേജർ രവി സാറിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. മേജർ രവി സാർ, ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് ഏറ്റവും ആദരവോടുകൂടി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവേട്ടൻ, നമ്മുടെ ഫിലിം ആക്ട്രസ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തമിഴ്, മലയാളം, തെലുങ്ക്. അതിൽ നമ്മൾ കിങ് കണ്ടിട്ടുണ്ടാവും, ഭാഷ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മറക്കാത്തൊരു സിനിമയുണ്ട്, ആരണ്യകം. MT സാറ് തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടില്ല. അതിലൊരു നക്സലേറ്റായിട്ട് അഭിനയിച്ചിട്ടായിരുന്നു അദ്ദേഹം. ഒരു നക്സലേറ്റ് പരിക്ക് പറ്റുകയും ഒരു കാടിനുള്ളിൽ പെടുകയും ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം വരിക, ആ പെൺകുട്ടികൾ അതിൽ കൂടെ കഥ വികസിക്കുകയാണ്. അതിൽ ഒരു ഡയലോഗ് എത്രയോ കാലം മുമ്പ് കണ്ടതാ, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ആ ഡയലോഗ് എന്താ വെച്ചാൽ, ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ദേവേട്ട അഭിനയിച്ച കഥാപാത്രമുണ്ട്, എനിക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനു നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടു? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉത്തരവുണ്ട്, MT സാറിന്റെ തിരക്കഥയാണ്, അറിയാലോ, MT സാർ എഴുതി കഴിഞ്ഞാൽ കിൻഡലാണ് വാക്കുകൾക്ക് കനം. അതും ദേവേട്ട പെർഫോം ചെയ്തുകൂടിയപ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ളത് എത്ര കാലം കഴിഞ്ഞിട്ടും മറക്കണില്ല എനിക്ക്. ആ ഡയലോഗ് എനിക്ക് മാത്രം പോരല്ലോ, ഇതല്ല എനിക്കുണ്ട്, പക്ഷെ ഇത് എനിക്ക് മാത്രം പോരല്ലോ. ആ ചിന്തയിൽ നിന്നാണ് ദേവേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ദേശീയ രംഗത്തേക്ക് ഭാരതത്തിനെ സ്നേഹിക്കാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത്. ആ ചിന്ത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഗസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം, ഇവിടെ അതിഥികളായി വന്ന ആൾക്കാരെല്ലാം അവരുടെ പ്രവൃത്തി മണ്ഡലത്തിന് അപ്പുറം നമ്മുടെ ദേശീയതയിലേക്ക് ഇറങ്ങി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് മാത്രം പോരല്ലോ എന്ന ചിന്ത കൊണ്ടാണ്. ഒരു സർക്കാർ ജീവനക്കാരനായ ഞാൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. എനിക്ക് മാത്രം പോരല്ലോ എന്ന ചിന്ത കൊണ്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം കളഞ്ഞ് LM മെമ്പറായി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ആ ചിന്തയാണ് നമ്മുടെ ശക്തി. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ടൻ, ഞാൻ അങ്ങയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമകൾ കണ്ട ഒരാള് ഒരു മാസം മുമ്പ് എൻ്റെ വീട്ടിലെത്തി, എന്നോട് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, എന്താ 8:15 സമയം വരണം എന്ന് പറഞ്ഞു. എന്തിനാ 8:15? തലേദിവസം ഞാൻ ഇവിടെ എത്തുന്നു. തലേദിവസം ഇവിടെ എത്തി ഞങ്ങളോട് കൂടി കളിച്ച് ചിരിച്ചിരുന്നു, വർത്താനം പറഞ്ഞു പോയി. ഇതൊക്കെ എനിക്ക് ഭഗവാൻ തരുന്ന എന്താ പറയുക, ഒരു അത്ഭുതകരമായ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. ചില മനോഹര നിമിഷങ്ങൾ. ആ മനോഹര നിമിഷങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ട, ഞങ്ങളുടെ ചടങ്ങിലേക്ക് സ്വാഗതം. ഞാൻ 2015 വരെ ഞാൻ പുറത്ത് കാര്യങ്ങളൊന്നും പറയാണ്ട് രഹസ്യമായിട്ട് എൻ്റെ യാത്ര ഭഗവാന്റെ നിർദ്ദേശത്തിൽ തുടർന്നു. 2016 എൻ്റെ ആദ്യത്തെ അഭിമുഖം തമിഴ്നാട്ടിൽ വരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ പല ഇൻ്റർവ്യൂകളും എനിക്ക് വന്നു. പക്ഷെ കേരളത്തിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാല് വെക്കാൻ പേടിയുണ്ടായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷം എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ഏത് രീതിയിലാണ് പണി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒതുങ്ങിയിരിക്കുക എന്നുള്ള ലെവലിൽ ഭഗവാൻ പലവട്ടം പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തു. ആകെ ഇൻ്റർവ്യൂ കൊടുത്തത് നമ്മുടെ
രാജേഷേട്ടൻ്റെ തത്വമയി ചാനലിലാണ് ഇടയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും ഒതുങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് തോന്നി ഇവനിങ്ങനെ വിട്ടാൽ പോരാ, കേരളത്തിലൊരു കൊടുങ്കാറ്റ് അഴിച്ചു വിടണം, ഭഗവാന്റെ എനർജി അഴിച്ചു വിടണം, അതിനൊരാളെ കണ്ടെത്തണം. ആളെ കണ്ടെത്തിയിട്ട് ആ ആളെ കണ്ടെത്തി ഒരു കറകളഞ്ഞ ദേശസ്നേഹിയായ ഒരാളെ ആവണം, ആളായിരിക്കണം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ കണ്ടെത്തിയ ആളാണ് വടയാർ സുനിൽജി. അദ്ദേഹം ഞാനും തമ്മിലുള്ള ഇൻ്റർവ്യൂസ് ഈ LMRK പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ജനലക്ഷങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചു. അത് എന്ന് എവിടെ എപ്പോഴും ഏത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും എന്നോട് ഒരു 10 പേരെങ്കിലും പറയും. ഈ ഇന്നലെ ദേവേട്ടനും കൂടി പറഞ്ഞു, സുനിൽജിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയതെന്ന്. അപ്പോൾ ആ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സുനിലേട്ട, അങ്ങേക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ രാജേഷേട്ടൻ, LMRK എന്ന പ്രസ്ഥാനം ഇപ്പോൾ പറക്കാണ്. ഈ പറക്കുന്നതിന് മുമ്പ് ഗ്രീസൊക്കെ ഇട്ട് ടൈറ്റ് നെറ്റും ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കണ സമയത്ത് എനിക്ക് അദ്ദേഹത്തിനെ പരിചയമുണ്ട്. അദ്ദേഹം തത്വമയി ചീഫ് എഡിറ്ററായ റോ എന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘടനയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. എന്നോട് എപ്പോഴും ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്നോടൊപ്പം 2006-2007 കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത ആളാണ്. അന്ന് തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് രാജേഷേട്ടനുള്ളത്. അതുകൊണ്ട് രാജേഷേട്ടനോട് എപ്പോഴും ഒരു എന്താ പറയുക, ഔപചാരികതകളില്ലാതെ എനിക്ക് കയറി ചെല്ലാനും സംസാരിക്കാനും സാധിക്കും. കാരണം അങ്ങനെ ഒരു അധികാരം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശ്രീഹരി നാരായണൻ മൗനി ബാബ ഗുരുവായൂർക്കാരനാണ്. ഗുരുവായൂർ സായ് സഞ്ജീവനി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ഒരു 2 മാസം മുമ്പ് ഗുരുവായൂർ വെച്ചിട്ട് എനിക്കൊരു സംഘടന പുരസ്കാരം തന്നു. ആ പുരസ്കാരം നമ്മുടെ കുമ്മന രാജേട്ടനാണ് തന്നത്. ആ ചടങ്ങിൽ അദ്ദേഹം എന്നോടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി തന്നു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പുസ്തകത്തിൽ ഓരോ വരി അദ്ദേഹത്തിന് കാണാപ്പാടാ. വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരുന്നു, ഇത്രയധികം അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ. ഇന്നലെ ദേവേട്ട സംസാരിച്ചപ്പോഴും എൻ്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. ഒരു ത്രില്ലർ നോവൽ വായിക്കണ പോലെ ഞാൻ വായിച്ചു പോയി. ഒരു സിനിമാക്കാരൻ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ബുക്ക് ഇത്രയധികം മനോഹരമായതെന്ന് ദേവേട്ട ഇന്നലെ പറഞ്ഞു. ഇതേ കാര്യം അദ്ദേഹവും പറഞ്ഞു. അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചടങ്ങിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഉത്രാടനാൾ അല്ല, ഉത്രാടനാൾ തിരുവോണത്തിന് തലേ ദിവസം ചടങ്ങുണ്ടായിരുന്നു. എന്നെ മുഖ്യാതിഥിയെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു സോറി വരാൻ പറ്റില്ല, അതിന് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഞാനൊരു കുടുംബസ്ഥനാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരോട് കൂടി സമയം ചെലവഴിക്കേണ്ട സമയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർക്കാണ് ഞാൻ സമയം കൊടുക്കുക. ഞാൻ അങ്ങ് നിർബന്ധിച്ചാൽ ഞാൻ വരാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചിലപ്പോൾ കുമ്പിട്ട് കൂമ്പിലിടിക്കും. അത് ഓക്കെ ആണോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല, പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നു. ആ നല്ല മനസ്സിൽ നന്ദി, സന്തോഷം, താങ്ക് യു. പിന്നെ എൻ്റെ സുഹൃത്ത് യുവരാജ് ഗോകുല്, TV ചർച്ചകളുടെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന് പഞ്ച് ഡയലോഗുകൾ റീലുകളാക്കി കേരളം മുഴുവൻ ഒരുപാട് ആൾക്കാർ ഇടാറുണ്ട്. നമ്മളങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന ഡയലോഗുകൾ എറിഞ്ഞു വീശി വാഗ്ദാരികളോട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭ. ഒരു നേതാവിന് കൃത്യത വേണം, ടൈമിങ് വേണം. നിങ്ങളൊന്ന് നോക്കി വെച്ചോ, അദ്ദേഹം കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാവും ഭഗവാൻ അനുഗ്രഹത്തിൽ. അദ്ദേഹത്തിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയ, ഞാൻ ലക്ഷ്മിപ്രിയ മാഡത്തിന് പരിചയപ്പെടുന്നു. മാഡം ഒന്നും വിളിക്കുന്നില്ല, ലക്ഷ്മിപ്രിയ അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ അനിലേട്ടൻ്റെ ഷൊർണൂർ വെച്ചിട്ടുള്ള ഒരു അമ്പലത്തിലെ അതിഥിയായി പോയപ്പോഴാണ്. അതിനുശേഷം ലക്ഷ്മിപ്രിയ LMRK ആയിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് സ്നേഹത്തോടെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഭാരത്തൊരു ഉത്തരവാദിത്തം കിട്ടിയിരിക്കുകയാണ്. അമ്മ സംഘടനയുടെ കുത്തല്ല അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട ജോലി അതിഗംഭീരമായി നടത്താൻ ഭഗവാൻ ലക്ഷ്മിപ്രിയ സഹായിക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹത്തോടു കൂടി.
പിന്നെ നമ്മുടെ തുളസി ചേട്ടൻ, പ്രത്യേകിച്ച് സ്വാഗതങ്ങളൊന്നും പറയണ്ട, ഞങ്ങളുടെ എല്ലന്മാർക്ക് തറവാട്ടിലെ കാരണവരാണ്. ആ കസേര എപ്പോഴും അവിടെ ഉണ്ടാവും. ആധികാരികതയോട് വരിക, കസേര വലിച്ചിട്ട് കാലുമ്മേ കാല് കയറ്റി ഇരിക്കുക, ബഹുമാനത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കും. കാരണം ആ അദ്ദേഹത്തിന്റെ സ്നേഹം, ആദരവ് ഒരുപാട് എനിക്ക് കിട്ടാറുണ്ട്. നമ്മുടെ എല്ലന്മാർക്ക് ടീമിൽ കിട്ടാറുണ്ട്. തുളസി ചേട്ടാ, ഔപചാരികയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലന്മാർക്ക് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയാണ്ട് വിട്ടുപോയാന, ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. അത് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം. ദാദേസാഹ് ഫാൽക്കെ അവാർഡ് കിട്ടി, ലഫ്റ്റനന്റ് കേണൽ. ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാളം വെച്ച് നിൽക്കുന്ന അതിഗംഭീരനായ ഒരു ആക്ടർ. ഇരുവർ എന്നൊരു സിനിമയാണ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതൊരു ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓസ്കാർ വീട്ടിൽ കൊണ്ട് കൊടുത്തേരാ. അത്രയും ഗംഭീരമുള്ള അഭിനയ പ്രതിമയാണത്. ഒരു ഡയലോഗ് പോലും ഇല്ലാണ്ട് അഭിനയിക്കുന്നത് നിങ്ങൾ കാണണമെങ്കിൽ, അഭിനയം പഠിക്കണവർ കാണണമെങ്കിൽ ഇരുവർ സിനിമ എടുത്ത് കാണാം. ഞാൻ ഒരു 10-12 വട്ടം കണ്ടിട്ടുണ്ടാവും. അത്രയും തിരക്കുള്ള അദ്ദേഹം എല്ലന്മാർക്കൂടെ എന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അത്ഭുതമാവും. കാരണം ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു ഞാൻ നേരത്തെ ദേവേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് ഒരു അനുഗ്രഹം. കാരണം ഞാൻ 1-2 അനുഭവങ്ങൾ പറയാം എൻ്റെ ജീവിതത്തിൽ. ഒന്ന്, ലാലേട്ടനായിട്ട് ബന്ധപ്പെട്ടായിട്ട് ചെറുപ്പത്തിൽ ഞാൻ ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു. സിനിമ ഒരുപാട് കണ്ടു നടത്താൻ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, പുസ്തകം ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റിയാണ് ബുക്കിലുണ്ടെന്ന് പലരും പറയുമ്പോൾ ഭഗവാൻ എന്നെ അതിനൊക്കെ വന്ന് നടത്തിച്ചിട്ടുണ്ടാവുക തോന്നി. 2 അനുഭവങ്ങൾ പറയാട്ടാ. ഒന്ന്, 20 മെയിൽ മദ്രാസ് മെയിൽ, മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച പടം കാണാൻ പോയി. നൂൺ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അന്ന് എനിക്ക് 17-18 വയസ്സൊക്കെ ഉള്ളു. ഒരു മാറ്റിക്ക് നിന്നു, കിട്ടിയില്ല. ഫസ്റ്റ് സിനിമയും കണ്ട് രാത്രി 10 മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വീട്ടിൽ കയറ്റിയില്ല, പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ രാത്രി ഞാൻ പുറത്താണ് കിടന്നത്. അതോടൊപ്പം ചെങ്കോൽ എന്ന് പറഞ്ഞ പഠനത്തിന് പോയി. അന്ന് ഇടി കൂടിയിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഇടികൂടി ടിക്കറ്റ് ഓടി കയറി പോകുമ്പോൾ എൻ്റെ വാച്ച് ഒരു 500-525 രൂപയാണ് വന്ന് വാച്ചിൽ. ആ വാച്ച് പോയി. എൻ്റെ വിഷമം കണ്ടിട്ട് പോലീസുകാരൻ പറഞ്ഞു വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ വാച്ച് പോയത് പോട്ടെ, ലാലേട്ടൻ്റെ പടം കാണണമെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പടം കണ്ടു. അങ്ങനെ ആരാധിക്കുന്ന ഒരു നടൻ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചൊരു മെസ്സേജ് അയക്കുന്ന ലെവലിലേക്ക് ഭഗവാൻ എന്നെ മാറ്റിയെടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മായയാണോ സത്യമാണോ എന്നറിയാത്ത ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ആ ഡയലോഗ് എഴുതി കൊടുത്തത് ഞാനാ. ഒരു സിനിമയ്ക്ക് ഒരുപാട് നടന്നിട്ട് ഒന്നും നടക്കാണ്ടിരുന്നത് മോഹൻലാലിന് ഡയലോഗ് എഴുതി കൊടുത്ത ഒരാളായിട്ട് ഞാൻ മാറിയപ്പോൾ അതിലൊരു അത്ഭുതം എനിക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ലാലേട്ടാ, ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ നമ്മുടെ എല്ലന്മാർക്കെ കുറിച്ച്, എല്ലന്മാർക്ക് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് 6000 പേര് രജിസ്റ്റർ ചെയ്യും. ആദ്യം നമ്മൾ 3500 പേരുടെ പരിപാടിയാണ് ഉദ്ദേശിച്ചത്. 3500 പരിപാടിയായി ആൾക്കാർ വീണ്ടും വിളികൊണ്ട് ഇപ്പോൾ അത് 6000 പരിപാടിയായിട്ട് നടന്നു. ഈ 6000 പേരെ നമ്മൾ ഈ ഹോളിൽ അക്കോമഡേറ്റ് ചെയ്യണു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇത് സൗജന്യമായിട്ടാണ് നമ്മൾ ഈ എല്ലന്മാർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് എല്ലാ പ്രോഗ്രാംസും എല്ലന്മാർക്ക് സൗജന്യം ചെയ്യുന്നത്. പ്രയാഗരാജിൽ നടത്തിയ കുംഭമേളയിൽ വരെ നമ്മൾ ടെന്റിൽ 3 ദിവസം നമ്മുടെ എല്ലന്മാർക്കുടെ ആൾക്കാർക്ക് സൗജന്യം കൊടുത്തു. അപ്പൊ ഇതെങ്ങനെ നടക്കണു? നമ്മളൊരാളുടെ സ്പോൺസറും സ്വീകരിക്കാൻ പോവാറില്ല. ഒരാളുടെ അടുത്ത് സ്പോൺസർ നിങ്ങളൊന്ന് സ്പോൺസർ ചെയ്യുക, കാശ് വേണമെന്ന് പറയാറില്ല. ആകെ ചെയ്യണത് എന്താ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരേ ഒരു വട്ടം മെസ്സേജ് ചെയ്യും, ഇങ്ങനൊരു പരിപാടിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിർദ്ദേശം നടത്താൻ പോകുന്നു, സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ആ ഒരൊറ്റ വിളിക്ക് കാതോർത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് തോളോട് തോൾ ചേർന്ന് നിങ്ങൾ നടത്തുന്ന ഈ സ്നേഹപ്രകടനവും സഹായവുമാണ് എല്ലന്മാർക്കുടെ കരുത്ത്. വേറെ ലെവലാണ് നിങ്ങളുടെ ആ ബലാണ് ക്യാപ്റ്റൻ എന്ന ലെവലിൽ എനിക്കിത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം. ഈ 6000 പേരെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൂപ്പൺ കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടിരുത്തുന്ന IT ടീമുണ്ട്. 6000 പേർക്കും QR കോഡ് പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്താൽ അപ്പം ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റിൽ കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കാം. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ സംഘടന ഇൻഫോസിസിലും
വിപ്രോയിലും പോലെ പല ബഹിരാഷ്ട്ര കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ലഹരിക്ക് അടിമപ്പെടാത്ത ദേശീയത ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എൽഎംആർക്കിയുടെ കരുത്ത്. ആ ഐ ടി ടീമിനെ ഞാൻ ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങൾക്ക് വെള്ളം തരാം, ഭക്ഷണം തരാം, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ തിരിച്ചു പോണവർ. അതിൽ എത്ര ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നോ അതിലും 10 മടങ്ങ് ആവേശത്തോട് സന്തോഷത്തോട് നിങ്ങളെ തിരിച്ചയക്കുന്ന ഗ്രൗണ്ട് ഫോഴ്സ് ടീം. എത്ര വാഴ്ത്ത് പാട്ട് പാടിയാലും മതിയാവാത്ത അവരുടെ വർക്ക്, അവർക്ക് മുമ്പിൽ ഞാൻ തലകുണിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇപ്പൊ കുറെ പേർക്കൊരു സംശയമുണ്ട്, ഇത്രയും വലിയൊരു കൂട്ടം, അതും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരും വയസ്സായവരും മധ്യവയസ്കരും അടങ്ങുന്ന വലിയൊരു കൂട്ടത്തിന്റെ സ്നേഹം, ഒരു ആത്മീയ പാണ്ഡിത്യവും ഇല്ലാത്ത, ഒരു ആത്മീയവും അറിവും ഇല്ലാത്ത സാധാരണക്കാരനായ എനിക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചിലവർക്ക് സംശയമുണ്ട്. അവരുടെ സംശയം ന്യായമാണ്, ഒരു ന്യായം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ഒരു ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുനികമാന പടയാളികളെ ഭാരതത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കാരണമുള്ളൂ. വീട്ടിൽ ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചു കൊണ്ടുപോയി 12 കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച ആളുടെ പേര് മുരുകൻ എന്നായതുകൊണ്ടാ. ആ എനർജി എന്നിലൂടെ പ്രവഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാ. ആ ബലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പ്രോഗ്രാമിന് ഞാനൊരു പ്രസംഗം നടത്തി. ഇതേ ഹോളിൽ ഇതേ പോഡിയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗം. ജസ്റ്റ് നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യാം ആ പ്രസംഗത്തിലേക്ക്. ആ പ്രസംഗം എക്സാക്റ്റ് ഞാൻ ഇവിടെ പറയാം. ഡോളറിന് താഴേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യ, ചൈന, റഷ്യ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരേണ്ട സമയമായി. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കൽ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു, ആത്മീയമായ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. അത് വീണ്ടും ആരംഭിക്കും. ടിബറ്റ് ഓപ്പൺ ചെയ്യപ്പെടും. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ലോകക്രമം എങ്ങനെ അതിലോട് യോജിച്ചു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കണ ലോകക്രമം മാറ്റിമറിക്കുന്ന രീതികളുടെ പ്രത്യേകത കൊണ്ടാ. എങ്ങനെയാണ് ഒരു പഴനിയിലിരുന്ന് മുരുക ഭഗവാൻ ലോകത്തിനെ മാറ്റിമറിക്കുക? എൽഎംആർക്കിയിൽ കുറെ ആൾക്കാർ ചെയ്ത് എങ്ങനെ ലോകത്തുകളെ മാറ്റിമറിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഡാറ്റകളുടെ കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. 2018 നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിൽ മയൂര സിംഹാസനം പ്രതിഷ്ഠിച്ചു. എന്തുകൊണ്ട്? ഉജ്ജയിനായിരുന്നു നമ്മുടെ ഗ്രീനിച്ച് ടൈം സോൺ. ലോകത്തിൽ ഭാരതം ഒന്നാമതായിരിക്കുമ്പോൾ ഉജ്ജയിനായിരുന്നു ഗ്രീനിച്ച് ടൈം സോൺ. തിരിച്ച എനർജി ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ നോക്കിയോ? 2020 നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു മുരുകോഗ്രഹം സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? ഇന്ത്യൻ റുപ്പീസ് ലോകം മുഴുവൻ കൈമാറ്റം ചെയ്യുന്ന ലെവലിലേക്ക് മാറണം. അന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് 17 രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പീസിന് നമുക്ക് കാര്യങ്ങൾ മാറ്റാൻ വഴിയും. ഇന്ത്യ ബ്രിക്സ് എന്ന് പറഞ്ഞ നാണയം വരുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ലോകത്തെ ഡോളറിനെ കവച്ചു വെട്ടുന്ന രീതിയിലേക്ക് മാറും. നമ്മൾ അന്ന് 2020 ചെയ്തതാ. 2021 സ്കന്ദഭാരത മഹായാഗം, ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി നമ്മുടെ രാജ്യം വിക്രമാദിത്യന്റെ രാജ്യം പോലെ സമ്പൽ സമൃദ്ധിയാവണം എന്ന് പറഞ്ഞ് ചെയ്തതാ. അതിനുശേഷം എത്ര അധികം 2020 ശേഷം നിങ്ങൾ ന്യൂസുകൾ കണ്ടോളൂ. ലിഥിയം, കൊബാൾട്ട്, ഈ അടുത്ത ആൻഡമാനിലെ പെട്രോളിയം വരെ. 2022 ചെന്തമിഴ് വീരച്ചോഴ പെരുവേൾവി യാഗം, ചോഴരാജാക്കന്മാരുടെ പവർ തിരിച്ചു കൊണ്ടുവരണം. 6 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ ചോഴന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ പാർലമെന്റിൽ മയൂര തീമിൽ പാർലമെന്റ് പ്രതിഷ്ഠിക്കപ്പെട്ടു, മയിലിന്റെ തീമിൽ. നമ്മൾ അവിടുന്ന് ശേഷം ഇങ്യാൻ യാഗത്തിലെത്തി. ഇന്ത്യ, ചൈന, റഷ്യ. അതിന്റെ റിസൾട്ട് നമുക്ക് കാണും. അവസാനം ലാസ്റ്റ് മെയ് 1 നമ്മളൊരു അഗ്നിഹോമം നടത്തി. എന്തിനു ചെയ്തു? നമ്മൾ ഡിക്ലെയർ ചെയ്തത് മാർച്ചിലേക്കാണ് ഡിക്ലെയർ ചെയ്തത്. ആ മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞത് 3 പേർക്ക് വേണ്ടി യാഗം നടത്തണം. 1 മുരുകസേനയ്ക്ക് വേണ്ടി, 2 ചാണക്യന് വേണ്ടി, 3 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി.
മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ പഹൽഗാമില്ല, കാശ്മീരില്ല, പാകിസ്ഥാനില്ല. പക്ഷെ മെയ് 1 യാഗം പഴനിയിൽ വെച്ച് നമ്മൾ അഗ്നിഹോമം നടത്തുമ്പോൾ അതിന്റെ തലേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയോട് പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള ആക്രമിച്ചോ അടിച്ചോ എന്നുള്ള ഓർഡർ ഒപ്പിട്ട ദിവസമാണ്. അതിന് പിറ്റേ ദിവസം നമ്മൾ യാഗം നടത്തണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. 4 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി അമേരിക്കയുടെ ആണവ ബോംബ് ഇതിന് മുകളിൽ നമ്മുടെ ബ്രഹ്മോസ് വർഷിച്ചു. ലോകം ഇന്ത്യയുടെ പവർ മനസ്സിലാക്കി. അതിനുശേഷം ഇന്ത്യയുടെ രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ സംയമനത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ അഗ്രസിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അതിഞ്ഞ് കൂടിക്കൂടി വരും. അടുത്ത കൊല്ലം മെയ് 1 അഗ്നിയാഗം നടക്കണം. ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നമ്മൾ അഗ്നിയാഗം നടത്തും. ഈ അഗ്നിയാഗം നടത്തിയോടുകൂടി ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇപ്പോഴത്തെ ഡീപ് സ്റ്റേറ്റ് തകർന്ന് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. കാരണം പഴനിയാണ്ടവൻ ദേവസേനാപതിയാണ്. ആ ദേവസേനാപതിയുടെ തീരുമാനമാണിത്. അങ്ങനെയുള്ള ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നടിഞ്ഞപ്പോൾ അതിലും പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും വേണം. ലോകത്തെ ഏത് രാജ്യങ്ങളും നമ്മളെ ഭയപ്പെടുത്താൻ വന്നാൽ മുണ്ട് വളച്ചു വന്ന് പോട പുല്ലെന്ന് പറയാവുന്ന ചങ്കൂറ്റുള്ള രാജ്യത്തെ നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം. വസുദേവ കുടുംബവും ലോക സുമസ്ത സുഖനോഭവന്തവും തൽക്കാലം മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ രാജ്യം നന്നായാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, നമ്മുടെ ചിന്ത എപ്പോഴും രാജ്യത്തിന് വേണ്ടിയാവണം, രാജ്യമാവണം, രാജ്യത്തിന് വേണ്ടി മാത്രമാവണം. അതിനുവേണ്ടി തോളോട് തോൾ ചേർന്ന് എൻ്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്? അപ്പൊ ഒരിക്കൽ കൂടി വെറ്റിവേൽ മുരുകനിക്ക്, ജ്ഞാനവേൽ മുരുകനിക്ക്, ജ്ഞാന ദണ്ഡായുധപാണിക്ക്, വീരവേൽ മുരുകനിക്ക്, ജയ് പഴനിയാണ്ടവ. നന്ദി, നമസ്കാരം. ഓം ശരണഭവായ നമഃ.